പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഐസയ്യാ പ്രവാചകൻ എഴുതിയ സുവിശേഷം 40-ാം അധ്യായം 28-ാം വാക്യം മുതൽ. ഐസയ്യാ 40:28 മുതൽ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അപ്പൊ ഇവിടെ ഒരു ശക്തി ക്ഷയിച്ചവന്റെ ഒരു ധ്വനി ഇവിടെ വരുന്നു. വീണ്ടും ശക്തി പ്രാപിക്കും. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ശക്തി ഉണ്ടായിരുന്നു, അതേസമയം ആ ശക്തി ക്ഷയിച്ചു. വീണ്ടും ശക്തി പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ഒരുവിധം പ്രായമൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലര് ഒരു 60 വയസ്സൊക്കെ ഒരു 50 വയസ്സ് കഴിയുമ്പോഴേക്കും ഇനി എന്ത് ജീവിതം, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു നടക്കുന്നവരെ നമ്മൾ കാണും. അതേസമയം 50-ഉം 60-ഉം വയസ്സൊക്കെ പിന്നിട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ ശരിക്ക് മനസ്സിലാക്കുന്നത്, ഇനിയുള്ള കാലം ഞാൻ ആ ലക്ഷ്യപ്രാപ്തിക്കായി അധ്വാനിക്കട്ടെ. ഇത്രയും കാലം ഞാൻ വേറെ പല പല കാര്യങ്ങളുടെ പുറകെ നടന്നു. ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥ ജീവിതമെന്തെന്ന് മനസ്സിലായത്. ഞാൻ പൂർണ്ണ ശക്തിയോടെ ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളും. എൻ്റെ സമപ്രായക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ജീവിതം. വേറെ കുറേ പേര് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പക്ഷെ കുറച്ച് പേർ അവർ ഇപ്പോഴും കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ കൂടുതൽ ശക്തിയോടെ മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സമയം ചെലവഴിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നെ ഞാൻ കാലത്ത് അടുത്തുള്ള ഒരു പള്ളിയിൽ പോയപ്പോൾ പഴയ ഒരു ക്ലാസ്മേറ്റിനെ കാണുവാനിടയായി. ആ പുള്ളിക്കൊരു 67 വയസ്സുണ്ടാവും. ജീവിതത്തിൽ എപ്പോഴും ഒരു തീക്കനൽ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആദ്യം പുരോഹിതനാകാൻ പഠിക്കാൻ പോയി, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഏതോ കമ്പനികളിലൊക്കെ പല അബ്കാരികളുടെ കൂടെയൊക്കെ കൂടി അങ്ങനെ അതിൻ്റെ പുറകെ നടന്നു ജീവിക്കാൻ വേണ്ടി.
വലിയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. ഇപ്പോഴേതാണ് പാർട്ടിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളിക്കൊരു 65-66 വയസ്സായിട്ടുണ്ടാവും. എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി പുള്ളി ഒരു അഭിഭാഷകനാണ്. ഇപ്പോൾ LLMന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ റെഗുലർ സ്റ്റുഡൻ്റായിട്ട് അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വക്കീലായാലും അത് ജനസേവനത്തിനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സുഹൃത്ത് കണക്കാക്കുന്നത്. അപ്പം അതാണ് ഒരു നീ വീണ്ടും നീ ശക്തി പ്രാപിക്കും എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ജീവിത ഭാരങ്ങളുടെ പുറകെ ഓടി പലപ്പോഴും തളർന്നു പോകും. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ പ്രായഭേദമന്യേ അവർ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവ് അവരെ കരം പിടിച്ച് നയിക്കും. അപ്പോൾ നമ്മൾ ഈ ബൈബിളിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു, നീ എന്നോട് ചേർന്ന് നിൽക്കുക, നീ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, ആഴങ്ങളിൽ ഇറങ്ങി വലയിടുക. അങ്ങനെ ശിഷ്യന്മാർ കർത്താവ് പറയുന്ന വചനം കേട്ട് അതനുസരിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് വളരെ അധികം പ്രതിഫലം കിട്ടി. അപ്പോൾ നമുക്ക് കർത്താവിനോട് നമ്മുടെ പ്രായഭേദമന്യേ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. വീണ്ടും ഒരു ശിശുവാകാം. കർത്താവിനോട് ചേർന്ന് നിൽക്കാം. കളങ്കമില്ലാത്തവരായി തീരാം. വീണ്ടും ജനിച്ചവരെ പോലെ നമ്മുടെ പാപമെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് വീണ്ടും ശക്തി പ്രാപിക്കാം. ദൈവം നമ്മളെ കരം പിടിച്ച് ഉയർത്തും. അവൻ്റെ പദ്ധതികൾക്കായി, അവൻ്റെ പൂർത്തീകരിക്കാത്ത പദ്ധതികൾക്കായി നമ്മുടെ കഴിവുകളെ, സമയത്തെയും കഴിവുകളെയും ഒക്കെ അവൻ വിനിയോഗിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും തീപിടിച്ച ക്രിസ്തു അനുയായികളായി ക്ഷീണമറിയാതെ അക്ഷീണം നമ്മൾ അവന് വേണ്ടി പ്രവർത്തിക്കുന്ന അവൻ്റെ ശിഷ്യന്മാരാകും. യഥാർത്ഥ ക്രിസ്തു അനുയായികളാകും. ഈ ഒരു വിവേകത്തിലേക്ക്, ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമുക്ക് അവൻ്റെ വിളി കേൾക്കാം. അവൻ്റെ മുമ്പിൽ അനുസരണയോടെ നമുക്ക് നിന്ന് കൊടുക്കാം. അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് കരം പിടിച്ച് ഞങ്ങളെ നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Thank you, Jesus. Adore you, worship you, love you, Jesus. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.